സൺഗ്ലാസ് വെച്ച് പുള്ളി ഒരു ലൈവ് ഇട്ടത് മാത്രമേ കാമക്കണ്ണനോ. എടാ എന്തുവാടാ പാവുണ്ട്. ആരിതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇതൊക്കെ ഇതിനലന്ന ക്ലാസ് ഒക്കെ വയറ്റി നോക്കാം. താഴെ വരെ വിപ്പിച്ചു അതിലാണ് സന്തോഷിച്ചു കേട്ടാ. കോമോട് ആക്ടിവിറ്റി പണി അയച്ചില്ല. എന്തൊക്കെ സാധനങ്ങളോട് ആയത് തലയിലൊരു എന്റെ സൺഗ്ലാസ് പിക്ക് ഒന്നും ഇടല്ല, ദൈവത്തെ ഓർത്തിട. ഞാനിപ്പോ സൺഗ്ലാസ് വെക്കാറില്ല. സോൾ ഓഫ് ലവ് 2 ബിറ്റ്വീൻ 2 സോൾ എപ്പിസോഡ് 2 പരുന്തുവാസ് ദർശന സാനിയ GT അസുര ഗെയിമിംഗ്. അപ്പൊ പിന്നെ കണ്ട പെപ്പിളാർ നടക്കുന്ന എനിക്കൊന്നും കാണാൻ പറ്റുന്നത്. പഴയത്തെ DC ലിങ്ക് തരുവാടാ. ആരെങ്കിലും ഒരു DC ലിങ്ക് കൊടുക്കുവോ? എലി അല്ലേ സെലക്ട് ചെയ്ത് കൊടുത്തേ? ഞാനൊന്നല്ല സെലക്ട് ചെയ്ത് കൊടുത്തേ. അതൊക്കെ വെറുതെ പറയും. ഞാനൊന്നും ഇമാതിരി ഊള സാധനം സെലക്ട് ചെയ്ത് കൊടുക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ട വീഡിയോ നമുക്ക് ഫുട്ബോൾ സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഫുട്ബോളിന്റെ വീഡിയോ കാണണ്ട. നീ കാണായിരുന്നു ഫുട്ബോളിന്റെ വീഡിയോ. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യിച്ചിരുന്ന ലിങ്ക് ഓപ്പൺ ആകണം പറ്റിയുടെ മോനെ. നീ എന്റെ ഡിസ്കോ അല്ല എന്തുവാടോ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി, കാണും അതിനകത്ത്. ആ സൺഗ്ലാസ് ഈഗിൾ പ്രോക്ക് ചേരുന്നുണ്ട്, ബട്ട് എല്ലാരും പറഞ്ഞു അതിനെ വെറുപ്പിച്ചാണ്. സത്യമല്ല, ഈ നാട്ടുകാരാണ് പ്രശ്നം. ഞാനത് പറയാനിരുന്നത് അവന് ചേരുന്നുണ്ട് നന്നായിട്ട്. അത് ചേരുന്നുണ്ട്. അത് എന്ത് പറയാനാണ് മറ്റേ നാട്ടുകാർ പറയുമ്പോ അതങ്ങ് എല്ലാരും അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഫൈസി ഹായ്. റിയാക്ഷൻ ഞാൻ ഫുട്ബോളിന്റെ വീഡിയോ കാണുന്നില്ലല്ലേ പറഞ്ഞേ. 2008 റൊണാൾഡോ ഇച്ചിരി വിഷയമായിരുന്നു. 2008 റൊണാൾഡോ No one can. റോക്കറ്റ് പോയി. എവിടുന്ന് അടിച്ചത്? ഞാനും കണ്ടില്ല. ദൈവത്തെ ഒക്കെ ചാട്ടിക്കിടന്ന അടിയൊന്നും ഇവിടെ അല്ലേ. എനിക്ക് വയ്യ നിങ്ങളെ മാനേജ് ചെയ്യാൻ. ഇപ്പൊ റൊണാൾഡോടെ ഇത് അടുത്ത് നമുക്ക് മെസ്സിയുടെ കാണാം. ഇല്ലെങ്കിൽ കിരൺ ചേട്ടൻ റോക്ക് സ്റ്റാറിലല്ലേ വർക്ക് ചെയ്യണേ. കിരൺ ചേട്ടൻ റോക്ക് സ്റ്റാർ കിരൺ ചേട്ടന്റെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരന്റ് കമ്പനിയാണ് സൂര്യബോസെന്റ്. അതിനോ ചേച്ചി ഇനി IPL ആണ്. പുതിയ പെറ്റ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്ക്. പുതിയ പെറ്റാ? IPL മനസ്സിലായില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞ? ഓ സോറി, ടേക്ക് 2 ആണ് പേരന്റ് കമ്പനി. ബെറ്റാവുന്ന ബെറ്റാണോ ഉദ്ദേശിച്ചത്? ഓ ബെറ്റ്. ബെറ്റ്. ഓക്കെ. സോറി റോക്ക് സ്റ്റാർ അല്ല പേരന്റ് കമ്പനി, ടേക്ക് 2 ആണ് പേരന്റ് കമ്പനി. അവർക്ക് ഇതൊക്കെ പറയുമ്പോൾ അടിയൊക്കെ വരും. എന്നെ കഥ ഒക്കെ തുറന്ന് ഞാൻ വെച്ച് ഞാൻ എന്തോ ഇവിടെ എന്തോ ചെയ്തെന്ന് ഇവിടെ ഓടി വന്നൊക്കെ പറയുന്നത്. ഒത്തിരി കഷ്ടം നോക്കണേ. ഒരുപാട് പേര് ആർഗ്യൂ ചെയ്തിട്ടുണ്ട് ഹീസ് നോട്ട് എ ഗുഡ് ആക്ടർ. ഡ്യൂഡ് ഐ എഗ്രി. എന്താ പറയുക, നമുക്കൊരു കമലഹാസൻ, ലാലേട്ടൻ ആ ഒരു റേഞ്ചിലുള്ള ഒരു ഭയങ്കര നാച്ചുറൽ ആക്ടർ ഒന്നുമല്ല. ബട്ട് ഓറ ഹി ബ്രിങ്സ് ഇൻ ടു ദ സ്ക്രീൻ, അത് അങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ഷോ ആൾക്കാരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച് വിസിൽ എടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു കഴിവ് കിട്ടുക എന്ന് പറയുന്നത്, അതൊന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളത് എന്ത് പാടാണ്. ജനനായകണ്ടോ നിങ്ങള്? എടാ നമ്മള് ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചടാ ഇവിടെ 6 രൂപയുടെ ഷോയ്ക്ക്. എന്നിട്ട് ഉറങ്ങിപ്പോയി. അതൊന്നും ആലോചിക്കണം. ഒരു ടിക്കറ്റിന് 1100 രൂപയായിരുന്നു. 1100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അതും വിജയുടെ ഒരു സിനിമ. ജയനായകൻ കൊള്ളോ? അത് കൊള്ളോ? സീൻ പടം കണ്ടുവന്നാ വിജയ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. മോറോവർ ഒരു ലാസ്റ്റ് സിനിമ ആയതുകൊണ്ട് ഉള്ളൊരു ആണല്ലോ.
എടാ ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോയതാണ്. ഞാൻ പിന്നെ ആലോചിച്ച് എന്തിനാണ് തിയേറ്ററിൽ പോയി കിടന്ന് ഉറങ്ങുന്നത്, ഇങ്ങനെ പെട്ടി കിടന്ന് ഉറങ്ങി കൂടിയെന്ന്. അങ്ങനെ പോവാന്ന്. According to Bajj, now we will starting the live. പനി പിടിച്ചു കഴിഞ്ഞ് നാളെ വരാൻ പനിക്ക് ഒക്കെ അല്ല. പ്രോബ്ലം എന്തൊക്കെ എക്സ്ക്യൂസുകളാ കല്ല് പറയുന്നത്, എന്തൊക്കെ എക്സ്ക്യൂസുകളാണ് പറയുന്നത്. ഒരു നാളുണ്ട് പറയുന്നത്. ബാക്കി നോക്കുമ്പോ ഞാൻ തേടും. ഞാൻ ആ മൗസും കൊണ്ട് എങ്ങും തട്ടുന്നില്ല. എടോ എന്റെ മൗസ് ഇങ്ങോട്ട് പോത്തില്ല, ഞാൻ ഇവിടെ തട്ടുന്നത്. അത് എന്റെ ഞാനിങ്ങനെയാണ് മൗസ് അനക്കാണ്ട് ഇങ്ങനെയാ ഞാൻ. എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. മൗസ് അനക്കാതെ ഞാൻ ഇങ്ങനെ കഴ്സർ വെച്ചിട്ട് ഇത് ചെയ്യും. മൗസ് അനക്കരുതെന്ന് ഇത്ര നേരം കൊണ്ടൊന്ന് പറയുകയാണെന്ന് പറയാം. മൗസ് അനക്കരുത്. ഞാൻ അനക്കുന്നില്ല മൗസ്. ചേച്ചി ദേവുട്ടന്റെ കാറ് തട്ടിയെടുത്തതിന് കേട്ടില്ല. ഇവിടെ കിടപ്പുണ്ട് കുറച്ച് കാറൊക്കെ. ചെറുക്കാനാണെങ്കിൽ കാറ് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എക്സൈറ്റ്മെന്റ് ആണെന്ന്. ജോക്കി ഒന്ന് തംബ്നെയിൽ സെക്ഷൻ എടുത്താ എന്നെ ടാഗ് ചെയ്യുന്ന കുറെ നേരമായിട്ട്. എവിടെ ആളെ ഈ തംബ്നെയില്? എന്താടാ ഇതൊക്കെ? അതിന് മേളില് തമിഴ് ഷവരി പോണു മേളില്. ഇത് കണ്ട് ഇത് കൊള്ളാം കേട്ടോ. അത് കൊള്ളാം. എന്താടാ ഇതൊക്കെ? ഞാനിവിടെ നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ പോയായിരുന്നു. ചർച്ച് സ്ട്രീറ്റ് പോയപ്പോ നമുക്ക് അവിടെ ഒരു മാമൻ നിപ്പുണ്ട്. നിങ്ങൾ ചർച്ച് സ്ട്രീറ്റ് ബാംഗ്ലൂർ വന്നിട്ടുള്ളവർക്ക് അറിയാം. നമ്മളിങ്ങനെ ജംഗ്ഷനിൽ സൺഗ്ലാസും കൊണ്ട് ആ മാമന്മാർ നിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാണെങ്കിൽ മറ്റേ ഒറിജിനാലിറ്റി വേണം സൺഗ്ലാസിനകത്ത്. റേബാൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് റായിബാൻ എന്നാണെങ്കിലും പുള്ളി വാങ്ങിക്കും. പക്ഷെ ആ കാണുമ്പോ ഒരു ഒറിജിനാലിറ്റി ഇടാം. അങ്ങനെ നമ്മൾ ഒത്തിരി നേരം തെരഞ്ഞു കണ്ടുപിടിച്ച ഒരു സാധനമാണ്. അങ്ങനെ ഒത്തിരി ഒരുപാട് വെച്ച് കണ്ടുപിടിച്ചത്. നീங்க കൂടി ഇങ്ങനെ ട്രോൾ ചെയ്തത് പ്ലീസ്. ചങ്ക് തകർന്നു ഇങ്ങനെയൊക്കെ ചെയ്ത. എത്ര മണിക്കൂറത്തെ പരിശ്രമാണെന്നറിയാം. ഒരു ഗ്ലാസ് വെക്കാൻ പറ്റൂല. ഇത് കൊള്ളാം. ഒരാഴ്ച സേവ് ചെയ്തതിലൊക്കെയാണ് കഴിച്ചത്. ഓ ഇത് കൊള്ളാം കേട്ടാ. ഇതെന്താടാ ഇത്? നെറ്റിയിൽ പൈസ അയ്യോ ചത്ത നിനക്കൊക്കെ എന്തിന്റെ പ്രശ്നമാണ്? 10K പോയി. ചേച്ചി മക്കാവ് അപ്ഡേറ്റ്, മക്കാവ് ചത്ത്. ഇപ്പൊ നടക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജെൻസി രീതിയിലുള്ള പ്രൊട്ടസ്റ്റാണ്. അത് അവര് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എല്ലാവർക്കും പിടിക്കുമെന്ന് വരുന്നില്ല. കാരണം നമ്മളൊക്കെ ഇത്ര നാൾ കണ്ടോണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല. എന്ന് വെച്ചാൽ വേറൊരു ടൈപ്പ് ഓഫ് സമരവും മറ്റേ അതൊരു മുദ്രാവാക്യം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയെ വേറെ, അവരുടെ ഒരു രീതിയെ വേറെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കുറെ പേർക്ക് ഇത് ഭയങ്കര സില്ലി ഇഷ്യൂ ആണ്. ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊച്ചുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രവാസിയായിട്ടൊക്കെ വെളിയിൽ പോയി കിടക്കുന്നവർക്കും ഡെയിലി കൂലിപ്പണിക്ക് പോയി സേവ് ചെയ്ത് പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ഇത് വലിയ ഇഷ്യൂ ആണ്. സത്യം പറയാൻ കഴിച്ചു, ഇതൊരു ചെറിയ പ്രശ്നമല്ല. അത് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കാരണം കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് കുത്തിയിരുന്ന് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ഇടയ്ക്കോട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കിയുള്ള സാധനങ്ങളും പൈസ കൊടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു വലിയ ഷോവാ ചെയ്യുന്നത്. കാരണം ഉറക്കം ഉളച്ചും ഇതുപോലെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആൾക്കാരോടുള്ള കൊടുക്കുന്ന പട്ടി വിലയാണത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അത് ഞാൻ വേറെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്. കേരളത്തിൽ PSCയുടെ സംഭവത്തിനും ഇത്
നടന്നിട്ടുണ്ടെന്ന്. അത് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനും സപ്പോർട്ട് ചെയ്യണം നമ്മൾ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം അവന്റെ മതത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് ഈ തോട്ട് ആൾക്കാരിൽ എന്ന് മാറുന്നോ അന്നേ മാറത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിനോടുള്ള ഒരു അഭിപ്രായം എങ്ങനെ, അത് സോഷ്യൽ മീഡിയ കൂടെ നിങ്ങൾ വണ്ടി പിടിച്ച് ഡൽഹിയിലൊന്നും പോകണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡു ക്രിയേറ്റ് റെലവൻറ്റ് സോഷ്യൽ മീഡിയ കോണ്ടന്റ്സ്. സ്റ്റാർക്കാണോ ഇത് വരച്ചേ? പ്രിന്റ് ആണോ അതൊന്നും അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഒരു PSC എക്സാം ക്യാൻസൽ ആയി, അതും അന്ന് രാവിലെ. അതെ, ഇത് സ്ഥിരം നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. സ്ഥിരം ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് മിക്കപ്പോഴും എക്സാം മാറ്റി വെക്കുക. ഇന്നത്തെ എന്റെ പ്രശ്നം, ഇന്ന് ഞാൻ പുതിയൊരു പ്രശ്നമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ. ഇന്നത്തെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു പ്രശ്നമാണ്. പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം എന്റെ ഒരു ബഡ് ആരോ എടുത്തോണ്ട് പോയി. നിന്റെ മോനാ? ഇനി നാളെ ഇത് 10,000 പോയി മേടിക്കാനേ പറ്റുള്ളൂ. ഇത് ഞാൻ ഇവിടെ മൊത്തവും തപ്പി. അതെ, ഇന്നത്തെ ഇന്നത്തെ പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, ദേവൂട്ടന്റെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്നറിയാമോ? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവൻ സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഏതെങ്കിലും കബോർഡിലൊക്കെ ഇട്ട് അടച്ചു വെക്കും. അവൻ വല്ല ഉടുപ്പിന്റെ ഇടയിൽ കയറ്റി വെക്കുക. പിന്നെ നമ്മൾ എങ്ങും കാണാത്ത ഈ ഭിത്തിയുടെ ഒക്കെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക. എടാ, ദേവൂട്ടന്റെ ഇപ്പോഴത്തെ പരിപാടിയാണ്. ഈ ബട്ട് അവന്റെ വീട്ടിൽ എവിടെങ്കിലും ഒരു മൂലയ്ക്ക് കാണും, അല്ലാതെ എവിടെ പോവാൻ? ഇവിടെ മൊത്തം ഞാൻ ഇത് തപ്പി ഒരിടത്തും ഇത് കാണുന്നില്ല. ഇനിയിപ്പോ ഇത് ഒരു ചെവിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ എവിടെയോ ഉണ്ട്, ഇവിടെ അവനുണ്ട്. അവൻ ഇവിടെ എവിടോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ചെവിയിലുണ്ടാവോ? അത് ശരി, അവൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇല്ല, ചെവിയിലില്ല. ഇതൊക്കെ ആരും പറയണത്? എന്റെ അമ്മ, നിനക്കൊക്കെ എന്താണ്? നിനക്കൊക്കെ അല്ല, പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല. മിക്ക ദിവസങ്ങളിൽ ഇത് ചെവിയിൽ കുത്തിക്കേറി പോയെന്ന് പറഞ്ഞത് കരയുന്നതാണ്. അബി, ദേവക്കുട്ടി, ഹായ്. ചേട്ടന് ചെവിക്ക് ഒരു സർജറി ഉണ്ടെന്ന് കേട്ടു. ചേട്ടന്? ആ ചേട്ടനാ? അല്ലല്ല, പനിയില്ല. എനിക്ക് പെർഫെക്റ്റ്ലി അല്ലാത്ത ആൾക്കാർക്ക് കാണുമ്പോ സ്വന്തം റിലേഷൻഷിപ്പ് എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കപ്പിളായിട്ട് നടന്ന ദിനങ്ങളുണ്ടല്ലോ, അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഒരുമിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. സിറ്റിയിലെ ഓരോരുത്തരുടെ ഡ്രീം ആയിരുന്നു അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. എന്തൊക്കെ പേജറാ ഇത്. ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കാം. എന്താ ഇഷ്ടപ്പെട്ട? ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കളിക്കും. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ. ഓക്കെ, ഇതൊന്നും കളിക്കാതിരുന്ന പ്രശ്നം ഒന്ന് തീരത്തില്ലേ? ഇത്തിരി കഷ്ടമാണ്. I hate your taste in music. I hate your taste of music. I hate your taste in music. Okay. We don't care. Ganesha Sharanam Sharanam Ganesha Ganesha Sharanam Sharanam Ganesha Ganesha Sharanam Sharanam Ganesha Ganesha Sharanam Sharanam Ganesha Ekadandane Lambadadane Vishabhane Ganesha. ചെവിയൊക്കെ പോയി. താടിക്ക് ബാച്ച് ഫില്ല് ചെയ്യാമായിരുന്നു. നിന്റെ പേര് ജോക്കിയുടെ. ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ നടത്തി തരും. എന്താ അബി? പറഞ്ഞു. ഇറ്റ്സ് മീ അമൃത, ടീച്ചർ വരച്ചതാണ്. അമൃത, നീ ഒരു കലാകാരിയായിരുന്നു. പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി നമ്മുടെ ചാറ്റുകൾ അമൃതയില്ലേ? അവിടെ ഉണ്ടോ? തണലിൽ കൽക്കണ്ട് കുന്നിന്റെ മുകളിലെ കാക്കാച്ചി മെയ്യുന്ന തണലിൽ
നമ്മുടെ ടീച്ചർ അമൃത. ഹായ് ദേ, മറ്റേ സാധനം. കഴിവുള്ള പിള്ളേരാട്ടോ അതാമേ. കഴിവുള്ള ഒത്തിരി പിള്ളേരാട്ടോ. നന്നത് അയ്യോ സോറി 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 സോറി. റോക്സ്റ്റാറിന്റെ പോളിസി പ്രകാരം കിഡ്ബെഡ് സിറ്റിയിൽ അലോഡ് അല്ല. അത് ചൈൽഡ് ബെഡ് കളിക്കുന്ന ആരുടെയും മിസ്റ്റേക്ക് അല്ല. അങ്ങനെ അതിന്റെ പേരിലാണ് പോയെങ്കിൽ പോലും അത് ഫുൾ ആൻഡ് ഫുൾ സെർവറിന്റെ റെസ്പോൺസിബിലിറ്റി. ഇനിയൊരു സെർവർ വരുവാണെന്നുണ്ടെങ്കിൽ സൂര്യബോസ് അല്ലെങ്കിൽ മീനൂട്ടി, ടിന്നു, അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ ഒരു വഴിയില്ല. അതാണ് വേറൊരു സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൂടാണ്. മീനോട്ടിക്ക് ഞങ്ങൾ ഈ തല സ്വന്തം കെട്ടറിയാവോ? ഓ ഇങ്ങനൊരു സാധനം ഇനി ഇല്ലല്ലേ. ഓക്കെ, അങ്ങനെ അങ്ങനെ ഒരു കിഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അവരെ ഇനി ആ പെട്ടി കാണാൻ പറ്റത്തില്ലല്ലേ. സാഡാണ്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സെർവറാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം റെസ്പെക്ട് ദ ഡിസിഷൻ, അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്തേ പറ്റൂ. ഞാൻ എലിയെ വരച്ചു തരാട്ടോ സമയം കിട്ടും പോലെ. ആ അതെ ശരി ശരിയാണ് മോളെ, ശരി ശരി. You have hearts? No, I'm new, so I don't know anything. My Mulali have one female heart. You have hearts? Yeah, it's her name called Silk. Silk. Yeah. Okay. And he got a male horse. Yeah, I got a horse. We will start the business soon. Oh, good. Yeah. Because So did you eat anything? Yeah. Direct breed and crossbreed, everything available. I make food. Food. Yeah, then you eat anything. Food, only stay horse കൊടുക്കാനുള്ളതാണ്. No problem, you eat. I will give you. So now what is the next plan? Okay. Okay, stop here. പുള്ളി ഒരു കാശ് എടുപ്പത് ആരാണ് ഇപ്പൊ ഇവിടെ മുതലാളി? പുള്ളിയാണോ ഇപ്പൊ തൊഴിലാളി? സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടില്ല. Let me check the quality, business purpose. Okay. Come. Okay. കുതിരയുടെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക. I found it. Very good. അല്ല ഇതെന്താണ് ഈ പാട്ടാരാണ്? കുതിര പാടുന്ന പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടേക്കുന്നത്, മനസ്സിലായില്ല. ബാബു കുതിരനെ ചെക്ക് ചെയ്യുമ്പോ കുതിര പാടുന്ന പാട്ടായിട്ടാണോ? കുതിര ബാബുവിന്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പാട്ടായിട്ട് ഇട്ടേക്കുവാണോ? No, don't move. Name, her name. കുട്ടൻ. അവിടെ കയറി പിടിച്ചേ. എന്താടാ അസ്ന? ഈശ്വര ഭഗവാനെ, നല്ല കണി, നല്ല കാര്യങ്ങൾ മാത്രം കാണണേ. ഇന്ന് എനിക്ക് ഒമേഗിൽ കയറണം. എടാ നല്ലൊരു കണി കാണിക്കണേന്ന് പറഞ്ഞപ്പോഴേക്ക് ദൈവം എന്താണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ കാണിക്കണത്? എനിക്ക് കിട്ടിയത് വേറെ ആണ്. അപ്പൊ ഇത് കൊറേ സാധനം ഉണ്ടല്ലോ ലൂഫിന്റെ ഒക്കെ. രണ്ടുപേരും കണക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. കൊറേ ഇറക്കിയിട്ടുണ്ടല്ലേ. പക്ഷേ ആ റൂമിൽ എത്ര എന്തൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇരിക്കണം നീയല്ലേ? തീട്ടം പറ്റിയവര് തീട്ടതല്ലേ കാണും. നമ്മള് പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. നീ എന്തേലും പറയുന്നതിനെ പറ്റി? അഹങ്കാരം വല്ലാതെ ഓർക്കുന്നു. അങ്ങനെയുള്ള ഒരു ലോ ക്ലാസ്സിൽ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. കിട്ടിയൊരവസരം ഇപ്പോഴാണ്.
അല്ലേലും ഞങ്ങളൊന്നും പാവപ്പെട്ടവര് സാറേ, സാറിനെ പോലെ നമുക്കിതൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് പൈസ ഇല്ലാത്തവരിങ്ങനെ വിഷമിപ്പിക്കരുത്. നാളത്തെ പോകുന്ന തീട്ടത്തിന്റെ പുറത്തല്ലേ കണ്ടാപ്പി ഞാനും നീയൊക്കെ ജീവിക്കണത്. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. അല്ല വർത്താനം മാത്രം മന്നവനാണ് ഇപ്പൊ വലിയ വേദബോധിക്കൊണ്ടിരിക്കണത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. വേറെ അലന്ന പിള്ളേരാണ്, വേറെ അലന്ന പിള്ളേര്. ബട്ട് കണ്ണാപ്പിന് നൈറ്റ് ഗെയിമിംഗ് റൂം വിഷയമാണ്. ഇപ്പൊ അത് നൈറ്റ് അല്ലേ നമ്മള് കണ്ട. ആദ്യം പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചാടിക്കേറി യെസ് പറഞ്ഞാന്ന്. ഇതിപ്പോ നമ്മള് കണ്ടതാ. നാളെ തൊട്ട് നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് തിന്നാം. വേൾഡ് കപ്പ് കഴിഞ്ഞു, മുമ്പത്തെ വരെയൊക്കെ പൈസ ഉണ്ടാക്കി. വേൾഡ് കപ്പ് കഴിഞ്ഞു, മെസ്സി വരെയൊക്കെ പൈസ ഉണ്ടാക്കി. വേൾഡ് കപ്പ് കഴിഞ്ഞു, റൊണാൾഡോ വരെയൊക്കെ പൈസ ഉണ്ടാക്കി. വേൾഡ് കപ്പ് കഴിഞ്ഞു, ലെമീൻ യമാലും പൈസ ഉണ്ടാക്കി. അഹോരാത്രം 12 മണിക്കും 1 മണിക്കും 1:30 മണിക്കും 3:30 മണിക്കും എണീച്ചുകൊണ്ട് നിങ്ങൾ പണിക്ക് പോയിരുന്നോ? നിങ്ങളെ പണിയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ നിങ്ങളെ പണി പോകുമ്പോ സുഹൃത്തുക്കളെ, നമ്മളെ പണി പോയാൽ നാളെ നമുക്ക് ലെമീൻ യമാൽ തിന്നാൻ തരൂല, നാളെ നമുക്ക് എംബപ്പെ തിന്നാൻ തരൂല, നാളെ നമുക്ക് ആരും തിന്നാൻ തരൂല. നമ്മളെ പണിക്ക് പോയാൽ ഞമ്മക്ക് തിന്നാം എന്നാണ് എനിക്ക് പറയാനുള്ള സുഹൃത്ത്. അതെ, ഇതൊരു യൂണിവേഴ്സൽ സോങ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം ഇവിടെ ഇപ്പോഴും പലരും അതിനകത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല കേട്ടോ. 1 മിനിറ്റ് ചേച്ചിന്റെ ലൈവ് ടിവിയിലേക്ക് മാറ്റിട്ട് നീ മാറ്റിക്കോ, നമ്മുടെ ഫാമിലി ഫ്രണ്ട്ലി ആണോ പോലെ. ഫാമിലി ഫ്രണ്ട്ലി ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും. ഇതെന്താ വാങ്ക് വിളിക്കണതാണ്. വേൾഡ് കപ്പ് കണ്ട് എലി പൈസ ഉണ്ടാക്കി. കുറച്ച് ബീച്ചില്. അപ്പൊ മലയാളം പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ അലീന, ചിലപ്പോ നമുക്കിനി കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ആണോ ഈ ഒരാഴ്ച എവിടെ പോയിരുന്നു? ഇന്നലെ സിറ്റിയിലെ എൻറ്റയർ ഗവൺമെന്റ് എനിക്കെതിരെ തിരിഞ്ഞേക്കുകയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു 3 ഡിപ്പാർട്ട്മെന്റ് എനിക്ക് നേരെ തിരിയുന്നത് ആദ്യമായിട്ടാ കാര്യമായിട്ട്. അപ്പൊ അത്രയും ഞാനൊന്നും മരിക്കാൻ പോലും വേണ്ട. അപ്പൊ അത്രയും കെയർ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുക, ഞാൻ നടക്കുക ഇതുവഴിയൊക്കെ. സോ ഇനി എന്റെ ലൈഫ് എന്ന് പറയാൻ ഭയങ്കര റിസ്ക് ഉള്ള ഒരു ലൈഫായിരുന്നു കുറച്ച് നാളത്തേക്ക് എന്റെ. എനിക്ക് സത്യം പറഞ്ഞ അലീന, എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്കല്ല എന്റെ ജീവിതം ഇനി ഇങ്ങനെയാണ് അലീന. നമുക്കിത് ഇവിടെ വെച്ച് നിർത്തിക്കൂടെ അലീന? ഞാൻ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് അവരെ പറയുന്നത്. ഒരു ടെററിസ്റ്റിനെ അവര് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചേക്കും തോന്നുന്നുണ്ട് അലീന? ഇല്ല, അലീനക്ക് എന്നെ കാട്ടിലും നല്ലൊരു ചെറുക്കനെ കിട്ടും. ഇത്ര നേരം പറഞ്ഞത് അതൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സൂര്യനെ ഒന്നും അറിയിക്കരുത്. ഇല്ല അച്ഛൻ സൂര്യനെ നന്നായിട്ട് നോക്കണം. എനിക്ക് അവരെയും കൂടെ കൊണ്ടുപോകാം. എനിക്ക് വേറെ ജീവിക്കാലോ. മക്കളൊരു സമയം വരെ അമ്മയുടെ കൂടെയാണ് വളരേണ്ട അലീന. സമയം കഴിഞ്ഞ് അവൻ അച്ഛനെക്കാളും വലിയവനായി. ഞാനീ മിഷൻ കഴിഞ്ഞിട്ട് എന്നെ വരെ സേഫ് ആയിട്ടിരിക്കണം. ഈ ഒരു അവസരത്തിൽ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഥവാ പീഡിയെങ്ങാനും പിടിക്കുകയാണെങ്കിൽ ചുവന്നെ അവര് കൊല്ലത്തില്ലേ, തൂക്കിക്കൊല്ലത്തില്ലേ? അതിനു മുന്നേ ഒരു പത്രം എഴുതി വെക്കാവോ? ഈ പത്രം സൂര്യ ഇവിടത്തെ കോ ലീഡർ ആക്കാന്ന് ടിവിയിലെ. അതിനുള്ളത് എന്റെ ടിവിയില്, അതിനുള്ളത് എന്റെ അനിയന്മാർക്കെല്ലാം ഞാൻ വിഷം കൊടുത്ത് കൊല്ലുന്നല്ലേ? സൂര്യ ടിവിയുടെ കോ ലീഡർ ആയിട്ട് വളർന്നു വരുമ്പോ കുറച്ച് നാളോടെ കഴിഞ്ഞിട്ട് സൂര്യ കോ ലീഡർ ആയിട്ട് നിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടാ. ഞാൻ അത്രയും നേരം തുള്ളി ചാടി. പക്ഷെ 10,000 രൂപയ്ക്ക് വേണ്ടി എനിക്ക് ഈ സങ്കടം കാണാൻ പറ്റില്ലടാ. 10,000 അല്ല, 40,000 രൂപയ്ക്ക് വേണ്ടി എനിക്ക് ഇത് കാണാൻ പറ്റില്ല. ഞാൻ അത്രയും നേരം ഞാൻ സന്തോഷത്തോടെ നടന്ന്
പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോ 40,000 രൂപ എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. പക്ഷെ നമ്മൾ വാങ്ങിച്ചെടുത്തു, എന്നാലും കുഴപ്പമില്ല. ഇഷ്ടമായിരുന്നു. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? എനിക്ക് മനസ്സിലാവില്ല. ജീവനുള്ള കാലം വരെ അവൻ എവിടെയായാലും രാജാവ് തന്നെ. സ്കിപ്പ് എന്താ ശ്യാമപ്രസാദേ? ഇതൊക്കെ കാണാതെ നിങ്ങൾ എവിടെ പോന്ന്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു അർജന്റീന ഫാൻ അല്ലെന്നേ ഉള്ളൂ, ഞാനൊരു മെസ്സിയുടെ ഫാനാണ്. എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പല നാറികളുണ്ട് കായംകുളത്തുള്ള, അവനൊക്കെ വേറെ ഫേക്ക് എന്ന് പറഞ്ഞാൽ